പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യമിട്ടത് ഹിന്ദു വംശഹത്യയാണെന്ന് ശിവസേന സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പേരൂർക്കട ഹരികുമാർ. മതതീവ്രവാദ സംഘടനകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ. ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ 980 പേരെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വധിക്കാൻ പദ്ധതിയിട്ടുവെന്ന NIA കണ്ടെത്തൽ അതീവ ഗുരുതരമാണെന്നും PFIയുടെ രാഷ്ട്രീയ സംഘടനയായി പ്രവർത്തിക്കുന്ന SDPIയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തയ്യാറാകണമെന്നും ശിവസേന സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പേരൂർക്കട ഹരികുമാർ പറഞ്ഞു. ഹിന്ദു സംഘടനാ നേതാക്കളെയും മതനേതാക്കളെയും വധിക്കുക വഴി രാജ്യത്ത് ഹിന്ദു നരഹത്യയാണ് ഈ ഭീകര സംഘടന ലക്ഷ്യമിട്ടതെന്ന് വെളിവാവുകയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ ശിവസേന സംസ്ഥാന സെക്രട്ടറിമാരായ TR ദേവൻ, ഒറ്റശേഖരമംഗലം കൃഷ്ണൻകുട്ടി, ശിവസേന വടക്കൻ മേഖലാ കൺവീനർ അഡ്വക്കേറ്റ് സാം ഐസക് എന്നിവർ പങ്കെടുത്തു. ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും 950ഓളം ഹിന്ദു സംഘടനാ നേതാക്കളെയും പ്രവർത്തകരെയും ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വധിക്കുവാനുള്ള ഗൂഢ പദ്ധതിയുമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളതെന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം NIA കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള കുറ്റപത്രത്തിൽ നിന്ന് നമുക്ക് വെളിവായിട്ടുള്ളത്. അപ്പോൾ ഈ PFI എന്ന് പറയുന്ന സംഘടന അതിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചെങ്കിലും ഇന്നും അതിൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ വ്യാപകമായി നടക്കുകയാണ്. അതിൻ്റെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള SDPIയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന അരികൊലകൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ SDPIയെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അത് നിരീക്ഷിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച് അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തയ്യാറാകണമെന്നാണ് ശിവസേനയ്ക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. പേരുകളിൽ ചിലത് RSSൻ്റെ നേതാവ് ശ്രീ വത്സൻ തില്ലങ്കേരിയും അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ശശികല ടീച്ചറുമെല്ലാം ഉൾപ്പെടുത്തുന്നതാണ് ഈ 950 പേരുടെ ലിസ്റ്റ്. അപ്പോൾ ഇവർ ലക്ഷ്യമിട്ടിരുന്നത് ഈ കേരളത്തിലെ ഹിന്ദു നരഹത്യയാണ് ഈ PFI ലക്ഷ്യമിട്ടിരുന്നതെന്ന് ഇതിൽ നിന്ന് വെളിവാവുകയാണ്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.